നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താ, നമ്മള് എംപ്റ്റി റിലേഷൻ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, അതിൽ ഒന്നാമത്തെ കാര്യം എംപ്റ്റി റിലേഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. യൂണിവേഴ്സൽ റിലേഷൻ പറഞ്ഞു. ഇത് രണ്ടും അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. മൂന്നാമത്തെ കാര്യം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം, പിന്നെ റിഫ്ലക്സീവ് RST, റിഫ്ലക്സീവ്, അതുപോലെ സിമ്മട്രിക്, അതുപോലെ ട്രാൻസിറ്റീവ്. ഇത് മൂന്നും ആയി കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന കാര്യം. സോ ഇതില് എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റിലേഷനിൽ ആരും ഇല്ല എങ്കിൽ അതിനാണ് നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയാം. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് ബിയിലുള്ള എല്ലാ എലമെന്റും വരുന്ന ഒരു റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാം. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ എന്ന് പറയുന്ന സെറ്റിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ. അതായത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റും അതേ സെറ്റുമായി അതേ എലമെന്റുമായി റിലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെയാണ് നമ്മൾ റിഫ്ലക്സീവ്. സിമെട്രിക് പറഞ്ഞാൽ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ, റിലേഷനിൽ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ബി കോമ എ ബിലോങ്സ് ടു ആർ. എ ബി റിലേഷൻ ഉണ്ടെങ്കിൽ ബി എയും റിലേഷൻ ഉണ്ട് എന്ന് കാണിച്ചാൽ that relation is called a symmetric relation. Next, transitive ആണ്. ട്രാൻസിറ്റീവിന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, if a comma b belongs to r and b comma c is also belongs to r, a b യുമായി റിലേറ്റഡ് ആണ്, b c യുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ that implies a comma c belongs to r. a യും c യും റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് നമ്മൾ പറയാം. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ: റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഈ മൂന്ന് ഇതും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക് ഇക്വലന്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്ര ഹെവി ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, നല്ല മനസ്സിലാക്കി വെക്കാം നമുക്ക്. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻസ് അങ്ങനെ നോർമലി കാണുന്നത് കുറവാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെ പറ്റി നമ്മൾ ഓക്കെ, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഫങ്ഷൻസിനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫങ്ഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്പ്, അത് ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള കാര്യമാണ്. ഒന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് 1-1 ആണ്, അല്ലെ? 1-1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻജക്റ്റീവ് ഫങ്ഷൻ, ഓക്കെ, 1-1 ഫങ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് എന്ന് പറയും. രണ്ടാമത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓൺ ടു ആണ്, ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, സർജക്റ്റീവ് ഫങ്ഷൻ. ഇത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കാറുള്ളത് ബൈജക്റ്റീവ് എന്നാണ്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ബി എന്ന് പറയും. ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ ബൈജക്റ്റീവ് ആണ്. ബൈജക്റ്റീവും ആവുക, അതിൽ നിന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജക്റ്റീവും ആവുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈജക്റ്റീവ് എന്ന് പറയാം. 1-1 നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. എവറി എലമെന്റ് ഓഫ് ദി ഫസ്റ്റ് സെറ്റ് ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ദി സെക്കൻഡ് സെറ്റ്. ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും സെക്കൻഡ് സെറ്റിൽ ഡിഫറെന്റ് ഇമേജുകൾ ഉണ്ടായിരിക്കണം. മറ്റൊരു രീതിയിൽ ഡെഫിനിഷൻ പറഞ്ഞത്, ഇഫ് f of x1 is equal to f of x2, that implies x1 is equal to x2. ഓൺ ടു നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും പ്രീമേജ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് for any y belongs to b, there exists an x belongs to such that there exists an x belongs to a such that f of x is equal to y എന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ഡെഫിനിഷൻ കൊടുത്തത്. സോ വാട്ട് എവർ നിങ്ങൾക്ക് കണ്ടന്റ് അറിയാം. ഇതാണ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇരിക്കാം, ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇരിക്കാം. ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും കമ്പൈൻഡ് ഫോം, ഓക്കെ, കമ്പൈൻഡ് ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷനും മറ്റൊരു ഫംഗ്ഷനും ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്കത് വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ആണ് എടുക്കുന്നതെങ്കിൽ ജി നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ജിക്ക് ഉള്ളിൽ എഫ് വർക്ക് ചെയ്യാം. ജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ വർക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സൈൻ എക്സ്. ആൻഡ് സിമിലർലി എഫ് നോട്ട് ജി എന്ന് നമ്മൾ പറഞ്ഞാൽ എഫിന്റെ ഉള്ളിൽ ജി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, അതിൽ ഈ എക്സിന് പകരം സൈന് വർക്ക് ചെയ്യാം. സോ ദിസ് ഇസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് ഡെറിവേറ്റീവിലെ ഡിഫറൻഷ്യബിലിറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് അതിൽ ഡെറിവേറ്റീവ് ഓഫ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു കാര്യം എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനെ തിരിച്ചറിയാന്നുള്ള കാര്യം. ഓക്കെ, സോ കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. കോമ്പോസിറ്റ് ഫംഗ്ഷനിലൂടെയാണ് നമ്മൾ പിന്നെ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോമ്പോസിറ്റിലൂടെയാണ്. ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് ബേസിക്കലി പറയുകയാണെങ്കിൽ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇയാളുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ ആയിരിക്കും. എ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെയിം ഫംഗ്ഷനെ നേരെ റിവേഴ്സ് ഓർഡറിൽ പറയുന്നതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് നമ്മൾ പറയാറുള്ളത്. ഇറ്റ് ഈസ് ഫ്രം ബി ടു എ. ഓക്കെ, ഇതാണ് ഇൻവേഴ്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിന് വേറെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ then f inverse of y is equal to x. ഓക്കെ, എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആള് ഫംഗ്ഷൻ ആണ് എങ്കിൽ, അതായത് ഇപ്പൊ ഫസ്റ്റ് സെറ്റിൽ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ ആരുണ്ട്, വൈ ഉണ്ട് എന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി ദ സെറ്റ് എ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ബി. ഈ എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആള് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇയാളെ നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുമെങ്കിൽ ഈ വൈയിനെ എക്സിലേക്ക്, അതായത് സെക്കൻഡ് സെറ്റ് ആയ ബി ആദ്യം ചെയ്ത, ഫസ്റ്റ് സെറ്റ് ആയ എ രണ്ടാമത് ചെയ്ത, ഈ വൈയിനെ എക്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ആളാണ് ആര്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന കാര്യം. ദിസ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇൻവേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് കോമ്പോസിറ്റിലൂടെയാണ്. നമ്മൾ പറഞ്ഞത് എങ്ങനെയാണത്, ജി നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ എഫ് നോട്ട് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് G and F are inverse to each other. Okay, ജിയും എഫും എന്താണ്, ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണ് എന്നുള്ള കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇതാണ് ഇൻവേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോമ്പോസിറ്റ് ഫംഗ്ഷനും ഇൻവേഴ്സും. ദെൻ ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് പിന്നെ ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബൈനറി ഓപ്പറേഷനിൽ നമ്മൾ പറഞ്ഞ ചില പോയിന്റ്സ് ഉണ്ട്. ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, എപ്പോഴാണ് ഒരു ഓപ്പറേഷൻ ബൈനറി ആവുക. രണ്ടാമത്തെ കാര്യം, അതിന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം വെച്ചാൽ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആകുമ്പോഴാണ് അയാൾ ബൈനറി ആവുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ബൈനറി ഫംഗ്ഷന്റെ ചില ടേംസ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ് എന്ന് നമ്മൾ എപ്പോഴാണ്, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് ആണ് നമ്മൾ എപ്പോഴാണ് പറയാം. ഓക്കെ, ഒരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അതേപോലെ തന്നെ അസോസിയേറ്റീവ് എന്ന് പറയാം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്ന ടേം, ഓക്കെ, അതേപോലെ തന്നെ അസോസിയേറ്റീവ് എന്ന് പറയുന്ന ടേം. സിമിലർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്സ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഐഡന്റിറ്റി എലമെന്റ്, ഇൻവേഴ്സ്, ഈ കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതോടുകൂടി ചേർത്ത് പറഞ്ഞുള്ള ഒരു കാര്യം വെച്ചാൽ ഓപ്പറേഷൻ ടേബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ ടേബിൾ. ഇത്രയുമാണ് ഓൾമോസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ആക്ച്വലി റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇതിൽ ഒരു സെക്ഷനുകൾ ഡൗട്ട് നിങ്ങൾക്ക് കുറേശ്ശെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ വർഷവും 2020 മുതൽ അങ്ങോട്ടേക്കുണ്ട്. ഓക്കെ, സോ അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ
ഞാൻ 2020 ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇക്കഴിഞ്ഞ ഇംപ്രൂവ്മെന്റ് എക്സാമിന്, ഓക്കെ, ഇംപ്രൂവ്മെന്റ് എക്സാമിന് 2020 എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. സോ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇതിൽ നിന്ന് നമുക്ക് കാണാറുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാറുള്ളത് ഒരു 7 മാർക്സിനാണ് സാധാരണ ഇതിൽ കാണാറുള്ളത്. ഓക്കെ, സോ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡിഫറൻറ്റ് സെക്ഷൻ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ അതിനെ സെക്ഷൻ വൈസ് അറേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, കാര്യം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ദിവസം, which one of the following is the possible number of binary operation defined on the set A is equal to ordered pair AB? അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോറി, ഓർഡേർഡ് പെയർ അല്ല, സെറ്റ് എ കോമ ബി. എ കോമ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ് നമുക്ക് എ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദി പോസിബിൾ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ. ഇതിൽ നിന്ന് എത്ര ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇവരുടെ ചോദ്യം. 1 മാർക്കിന്റെ ചോദ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത്ര സിമ്പിൾ ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്ക് അറിയാം എത്ര ബൈനറി ഓപ്പറേഷൻസ് ഇതിന് ഉണ്ടാക്കാൻ കഴിയും? ക്യാൻ യു ഗസ്? ഒന്ന് പെട്ടെന്ന് നിങ്ങളും ചെയ്ത് ഒന്ന് ചാറ്റിൽ ഒന്ന് പറഞ്ഞു നോക്ക്. Which one of the following is the possible number of binary operation defined on the set A is equal to A comma B? Set A comma B. ചാറ്റിലൊന്നും വരുന്നില്ലല്ലോ. സിക്സ്റ്റീൻ കാണുന്നുണ്ട്. അതില്ല. സോ വേറൊന്നും ആൻസേഴ്സ് ഒന്നും കാണുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയറക്ട്ലി മൂവ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഏകദേശം ഒരു എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. അതായത് +1 നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഞാനത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി following is the possible number of binary operation is defined on the set A is equal to set A comma B എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ആൻഡ് വാട്ട് ഈസ് എ ബൈനറി ഓപ്പറേഷൻ? ഡെഫിനിഷൻ ഈസ് ഹൈലി ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡെഫിനിഷൻ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. എന്താണ് ബൈനറി ഓപ്പറേഷൻ? ബൈനറി ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് an operation, let it be a star, from A cross A to A is a function from A cross A to A. So the first step എന്ന് പറയുന്നത് A cross A യിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ള കാര്യം. ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഹൗ മെനി എലമെന്റ്സ് ആർ ദർ ഇൻ എ ക്രോസ് എ എന്നുള്ള കാര്യം. ഈ സെറ്റിൽ ഇത് ഒറ്റ സെറ്റാ. എ ക്രോസ് എന്ന് പറയുന്ന ഒറ്റ സെറ്റാണ്, ഇത് ഒറ്റ സെറ്റാ. ആൻഡ് ദിസ് ഇസ് ദ ഡൊമൈൻ ഹിയർ ആൻഡ് ദിസ് ഇസ് ദ കോഡൊമൈൻ ഹിയർ. ഓക്കെ, സോ ഡൊമൈനും കോഡൊമൈനും നമുക്ക് ഇങ്ങനെയാണ് വിടേണ്ടത്. സോ ഡൊമൈനിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, കോഡൊമൈനിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ, രണ്ടാൾക്കാർ 16 എത്തിയിട്ടുണ്ട്, നോക്കാം. സോ ഡൊമൈൻ പറയുന്നത് എ ക്രോസ് എ എന്നാണ്. എ ക്രോസ് എന്ന് പറഞ്ഞാൽ ഈ എ ഈസ് സെറ്റ് എ കോമ ബി. എനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എ എന്ന് പറഞ്ഞാൽ സെറ്റ് എ കോമ ബി. സോ എ
ക്രോസ് എ എന്ന് പറയുമ്പോൾ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? ആ എ ക്രോസ് എ എന്ന് പറയുന്ന സമയത്ത് എ കോമ എ ഉണ്ടാകും, എ കോമ ബി ഉണ്ടാകും, ബി കോമ എ ഉണ്ടാകും, അതുപോലെ തന്നെ ബി കോമ ബി ഉണ്ടാകും. ദാറ്റ് മീൻസ് ദർ ആർ 4 എലമെന്റ്സ് ഇൻ എ ക്രോസ് എ. ഓക്കെ, ഇവിടെ നിങ്ങട്ടേക്ക് പറയണം, ഇവിടെ നിങ്ങട്ടേക്ക് പറയണം, ഇവിടെ നിങ്ങട്ടേക്ക് പറയണം, ഇവിടെ നിങ്ങട്ടേക്ക് പറയണം. സോ എ ബി, ബി എ ബി ബി. അപ്പൊ 4 എലമെന്റ്സ് ആണ് എ ക്രോസ് എയിലുള്ളത്. ഇതിൽ നിന്ന് എയിലേക്ക്, എന്ന് പറഞ്ഞാൽ ആകെ 2 എലമെന്റ്സ് എയും ബി. ഇതാണ് എന്ത് ഇവിടെ പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കണം. സോ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിശദീകരിച്ച് ഞാൻ എഴുതുന്നത്. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ സെറ്റ് എ ക്രോസ് എ ആണ്. ഈ എ ക്രോസ് എയിൽ 4 എലമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ എലമെന്റ്സ് ചെയ്യുന്നതിന് പകരം 1 2 3 4 എന്ന് ഞാൻ എഴുതാം. സോ ദർ ആർ 4 എലമെന്റ്സ്. ഓക്കെ, 1 ഉദ്ദേശിച്ചത് എ ആണെന്ന് വിചാരിച്ചോളി, 2 ഉദ്ദേശിച്ചത് എ ബി ആണെന്ന് വിചാരിച്ചോളി, അങ്ങനെ വിചാരിക്കും. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് ആണ്. ഓക്കെ, കാരണം എ ക്രോസ് എന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ബൈനറി ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലാകെ 2 എലമെന്റ്സേ ഉള്ളൂ, അത് എയും ബിയുമാണ്. ഇനി നമ്മുടെ ചോദ്യം ഇത്രയാണ്: ഹൗ മെനി ഫങ്ഷൻസ് ആർ പോസിബിൾ ഫ്രം ദിസ് എ ക്രോസ് എ ടു എ? ഓക്കെ, ചോദ്യം മാറി. ഹൗ മെനി ബൈനറി ഓപ്പറേഷൻസ് ആർ എന്നല്ല ചോദ്യം. ഇപ്പോ ഹൗ മെനി ഫങ്ഷൻസ്, ഓക്കെ, how many functions are possible from a cross a to a? a cross a യിൽ നിന്ന് എയിലേക്ക് എത്ര ഫങ്ഷൻസ് പോസിബിൾ ആണ്? അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ആവശ്യമുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആലോചിച്ച് നോക്കുക. ഈ 4 എലമെന്റ്സ്, എ ക്രോസ് എയിലുള്ള 4 എലമെന്റ്സിനും ഇമേജ് വേണം. ഒരു എലമെന്റിന് ഒറ്റ ഇമേജേ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ 1ന് എത്ര പോസിബിലിറ്റി ഉണ്ട്? 1ന് 2 പോസിബിലിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം എന്താ, 1 എന്ന് വേണമെങ്കിൽ എയിലേക്ക് പോകാം, 1 എന്ന് വേണമെങ്കിൽ ബിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ 1ന് 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ആൻഡ് സിമിലർലി 2ക്കും 2 പോസിബിലിറ്റീസ് ഉണ്ട്. 2ന് എയിലേക്ക് പോകാം, 2ന് ബിയിലേക്ക് പോകാം. അപ്പൊ ഇയാൾക്കും 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഈ 1ന്ന് എയിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, 2ന്നും എയിലേക്ക് പോകാം, അത് വിഷയമുള്ള കാര്യമല്ല. അത് ഫംഗ്ഷൻ എഫക്ട് ചെയ്യൂല. ഓക്കെ, ഫംഗ്ഷൻ എഫക്ട് ചെയ്യില്ല. അത് 1നെ എഫക്ട് ചെയ്യുള്ളൂ, ഫംഗ്ഷൻ എഫക്ട് ചെയ്യില്ല. സോ 2ക്കും 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി 3ക്ക് എത്ര വെറൈറ്റി കേസുകൾ ഉണ്ട് ഹാപ്പൻ ചെയ്യാൻ? 3ന്നും എയിലേക്ക് പോകാം, 3ന്നും ബിയിലേക്ക് പോകാം. അപ്പൊ 3ക്കും 2 ചാൻസ് ഉണ്ട്, അതുപോലെ 4നും 2 ചാൻസ് ഉണ്ട് മാപ്പ് ചെയ്യാൻ. സോ 1ന് 2 ചാൻസ്, 2ക്കും 2 ചാൻസ്, 3ക്കും 2 ചാൻസ്, 4നും 2 ചാൻസ്. അപ്പൊ ടോട്ടൽ ചാൻസ് പറയുന്ന സമയത്ത്, ഓക്കെ, ടോട്ടൽ ചാൻസ് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് 2 into 2 into 2 into 2, that is there are 16 chances or 16 variety cases are there. Okay, so 16 functions നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ 16 ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സാക്ട്ലി 16. ഓക്കെ, അത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനെയും അതേപോലെ തന്നെ ബൈനോമിയലിനെയും ബൈനറി ഓപ്പറേഷനെയും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, എത്ര എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആക്ച്വലി ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. ഓക്കെ, ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, പിന്നെ ഈ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഒക്കെ ചോദിക്കാറുള്ളത്. സാധാരണ ഞാൻ പറഞ്ഞത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാമിന് അങ്ങനെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഒക്കെ ചോദിക്കുന്നത് റെയറാണ്. ഈ അടുത്താണ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഓർ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് എക്സാം സിമ്പിൾ ആക്കിയപ്പോഴാണ് ഈ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. Then we can go to the second question. Okay, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Write the operation table for the operation star defined on the set 1, 2, 3, 4, 5 by a star b is equal to LCM of a and b. A star b is equal to LCM of a and b. A star b എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, LCM of a and b എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് എ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി
എ എന്ന് പറയുന്നത് സെറ്റ് 1,2,3,4,5 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഓപ്പറേഷൻ ടേബിൾ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5 എന്നിങ്ങനെ എഴുതി, ഓക്കെ, ഇങ്ങനെ കുത്തനെയായിട്ടും വെർട്ടിക്കലായിട്ടും 1, 2, 3, 4, 5 എന്ന് നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, സോ ഇങ്ങനെ ലൈൻസ് വരക്കാം നമുക്ക്. ഓപ്പറേഷൻ ടേബിൾ ആണ്. Then like this. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ഒന്നല്ല, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ശരി, ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് LCM ഓഫ് എ കോമ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ എഴുതേണ്ട എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെയും റിസൾട്ട് ആണ്. ഇയാളുടെയും റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ ആ രണ്ടാളുകളുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM ഓഫ് 1,1. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിളുകളിൽ ഏറ്റവും ചെറുത്. 1 LCM എടുക്കുകയാണെങ്കിൽ 1. 1 2 LCM എടുക്കുകയാണെങ്കിൽ അത് 2 ആണ്. 1 3 LCM എടുക്കുകയാണെങ്കിൽ അത് 3 ആണ്. 1 4 4 ആണ്. 1 5 5 ആണ്. ഓക്കെ, അതുപോലെ 2 1 2 ആണ്. 3 1 3 തന്നെയാണ്. 4 1 4 ആണ്. 5 1 5 ആണ്. ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് 2 എടുക്കുകയാണെങ്കിൽ കോമൺ മൾട്ടിപ്പിൾ എടുക്കുകയാണെങ്കിൽ അത് 2 തന്നെയാണ്, പ്രശ്നമല്ല. അടുത്ത 2 3 എടുക്കുകയാണെങ്കിൽ കോമൺ മൾട്ടിപ്പിൾ 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 4 6 എക്സെട്ര ആണ്. 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 6 എക്സെട്ര ആണ്. അപ്പൊ അതിൽ കോമൺ മൾട്ടിപ്പിൾ വരുന്നത് ഏറ്റവും ചെറുത് 6 ആണ്. അടുത്തത് 2 4 എടുക്കുകയാണെങ്കിൽ കോമൺ മൾട്ടിപ്പിൾ എടുക്കുകയാണെങ്കിൽ 4 ആണ്. കാരണം 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 4 6 8 എക്സെട്ര ആണ്. 4ന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 4 8 എക്സെട്ര ആണ്. അപ്പൊ അതിൽ കോമണിൽ ഏറ്റവും ചെറുത് വരുന്നത് 4 ആണ്. സിമിലർലി 2 5 എടുക്കുമ്പോൾ 10 ആണ്. ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 3 2 ആകുമ്പോൾ 6 വരും. 3 3 ആകുമ്പോൾ 3 വരും. 3 4 വരുമ്പോൾ 12 വരും. 3 5 വരുമ്പോൾ 15 വരും. 4 2 വരുന്ന സമയത്ത് 4 വരും. 4 3 വരുമ്പോൾ 12 എത്തും. 4 4 വരുമ്പോൾ ഇറ്റ്സ് അഗെയിൻ 4. 4 5 വരുന്ന സമയത്ത് 20 വരും. ദെൻ 5 2 വരുന്ന സമയത്ത് 5 2 വരുന്ന സമയത്ത് 10 എത്തും. 5 3 വരുന്ന സമയത്ത് 15 എത്തും. 5 4 വരുന്ന സമയത്ത് 20. 5 5 വരുന്ന സമയത്ത് ജസ്റ്റ് 5. ഇതാണ് ഈ പറഞ്ഞ ഓപ്പറേഷന്റെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷന്റെ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ 2 മാർക്സ് ആണ്. വലിയ പണിയില്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരക്കാവുന്നേ ഉള്ളൂ. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മെയിൻ ചോദ്യം ഇവിടെ. ഈ സ്റ്റാർ എ ബൈനറി ഓപ്പറേഷൻ? ഇയാൾ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ? ഓക്കെ, അതൊരു സിമ്പിൾ കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇയാൾ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇയാൾ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലേ? എന്തായിരിക്കും ഉണ്ടാവുക? ഒന്ന് പെട്ടെന്ന് ആൻസർ പറയും. നോ. ഓക്കെ, നഷീദ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഇല്ല അഭിപ്രായങ്ങള്? ആരും അഭിപ്രായങ്ങൾ പറയില്ലല്ലോ. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. നഷീദ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല. എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലേ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? അതാ നിങ്ങൾ നോക്കേണ്ടത്. ഈ സാധനം നോക്കുക. ഇവരാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കോളത്തിലുള്ള ഞാനിപ്പോ ഈ കോളം വരച്ചിട്ടുള്ള ഇതിന്റെ ഉള്ളിലുള്ള ആളുകളാണ് റിസൾട്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലുള്ള ആൾ തന്നെയായിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. അതായത് റിസൾട്ട് വരേണ്ടത് ഈ എയിൽ തന്നെയാണ്. എന്നാൽ ഇവിടെ റിസൾട്ടുകൾ ശ്രദ്ധിക്കാം. ലുക്ക് അറ്റ് ദിസ്. 6, there is 10, 15, 12, there is again a 6, 20. ഈ 15, 10 ഈ നമ്പേഴ്സ് ഒന്നും എന്തല്ല? എ എന്ന് പറയുന്ന സെറ്റിൽ വന്നവരല്ല. എ എന്ന് പറയുന്ന സെറ്റിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്.
സോ നമുക്ക് ഇൻപുട്ടുകൾ രണ്ടെണ്ണം ആ സെറ്റ് ആയിരിക്കണം, കിട്ടിയ റിസൾട്ടും ആ സെറ്റ് ആയിരിക്കണം. അപ്പോ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇത് നമുക്ക് ഫംഗ്ഷൻ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ബൈനറി ഓപ്പറേഷൻ. റീസൺ പറയുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന കാര്യം എന്താ, ഇവിടെ 4*3 എടുക്കുകയാണെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഈ റൗണ്ട് ചെയ്തെടുക്കാം 2*3. ഓക്കെ, റൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ 2*3 എടുക്കുകയാണെങ്കിൽ ഇസ് ഈക്വൽ ടു 6 ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു അവർ സെറ്റ് എ. ഓക്കെ, 2ഉം 3ഉം എയിലുള്ള എലമെന്റ് ആണ്. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ട് എയിലുള്ള എലമെന്റ് അല്ല കിട്ടിയത്. സോ ഇറ്റ് ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഞാൻ ഇതിൽ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിച്ചോട്ടെ. ഇതിലൊരു ഐഡന്റിറ്റി എലമെന്റ് ഫൈൻഡ് ചെയ്യാൻ കഴിയുമോ നമുക്ക്? ക്യാൻ യു ഫൈൻഡ് എൻ ഐഡന്റിറ്റി എലമെന്റ്? പലർക്കും തെറ്റാറുള്ള ഒരു കേസാണ്. ഓപ്പറേഷൻ ടേബിൾ തന്നിട്ട് എങ്ങനെയാണ് ഐഡന്റിറ്റി എലമെന്റ് ഫൈൻഡ് ചെയ്യാം? ഇതിലൊരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, പിടിക്കാൻ കഴിയും നമുക്ക്? ആരാണ്? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. 1 ആണ് ഐഡന്റിറ്റി എലമെന്റ്. പെർഫെക്റ്റ്. എങ്ങനെയാ നമ്മൾ ഐഡന്റിറ്റി എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാം? ഐഡന്റിറ്റി എലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരുമായിട്ടും ഓപ്പറേറ്റ് ചെയ്താൽ എഫക്ട് ചെയ്യൂല. അതായത് ഇൻപുട്ട് എന്താണോ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. 1ഉമായിട്ട് ചെയ്താൽ 1 തന്നെ റിസൾട്ട് കിട്ടും, 2ഉമായിട്ട് ചെയ്താൽ 2 തന്നെ റിസൾട്ട് കിട്ടും, 3ഉമായിട്ട് ചെയ്താൽ 3 തന്നെ റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിളിക്കുക. ഈ കോളം ശ്രദ്ധിച്ചു നിങ്ങൾ, ഏത് അറിയതാ? സോറി, ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ കോളം ശ്രദ്ധിച്ചു. എന്താ ഈ കോളത്തിന്റെ പ്രത്യേകത? ഈ കോളം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റത്തെ കോളം ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഫസ്റ്റത്തെ കോളം, ഈ കോളം എടുക്കുകയാണെങ്കിൽ ഈ കോളത്തിലുള്ള റിസൾട്ടുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ. 1ഉമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന റിസൾട്ട്, 2ഉമായിട്ട് ചെയ്യുമ്പോൾ 2 എന്ന റിസൾട്ട്, 3ഉമായിട്ട് ചെയ്യുമ്പോൾ 3 എന്ന റിസൾട്ട്, 4ആയിട്ട് ചെയ്യുമ്പോൾ 4 എന്ന റിസൾട്ട്, 5ആയിട്ട് ചെയ്യുമ്പോൾ 5 എന്ന റിസൾട്ട്. ഇത് ഇൻപുട്ട് ആണ്, ഇത് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് എന്താണോ അതേ ആള് തന്നെയാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ആൻഡ് സിമിലർലി ലുക്ക് അറ്റ് ദിസ്. ദിസ് ഇസ് ആൻ ഔട്ട്പുട്ട് ബട്ട് ഇറ്റ് ഇസ് ആൻ ഇൻപുട്ട്. ഓക്കെ, നമുക്കറിയാം ഇതും ഇൻപുട്ടാണ്, ഇതും ഇൻപുട്ടാണ്. 2 ഇൻപുട്ടുകൾ ഉണ്ടാവും. നേരെ താഴത്തേക്കുള്ളതും ഇൻപുട്ടാണ്, ഇങ്ങോട്ടേക്കുള്ളതും ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള ആകെയുള്ള ഒറ്റ കോളം 1ന് മാത്രം അത് ഹാപ്പൻ ചെയ്യുന്നത്. സോ ഹിയർ 1 ഈസ് ദി ഐഡന്റിറ്റി എലമെന്റ്. ഞാൻ എന്റെ കൂടുതലൊന്ന് പറഞ്ഞു മാത്രം. 1 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് വരിക. ഓക്കെ, അക്കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ ഒറ്റ കാര്യം കൂടി, ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ആർക്കാന്ന് പറയാൻ പറ്റും? There is an element which in such that which has an inverse. Inverse ഉള്ള ഒരു എലമെന്റ് ഉണ്ട് ഇവിടെ. ആരാ? ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റണം. ഇൻവേഴ്സ് ഉള്ള ഒരൊറ്റ എലമെന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അയാൾ ആരാന്ന് പറയാൻ പറ്റും? ആർക്കും മറുപടി ഇല്ല. മോശം കേട്ടടാ. ഇൻവേഴ്സ് ഉള്ള എലമെന്റ് ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അഗെയിൻ 1. എങ്ങനെ മനസ്സിലാക്കുക? ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ കാര്യം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. A*B ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റ് റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയാം. ആരാ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്? 1. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരാ? 1. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് റിസൾട്ട് വരണം എന്ന് പറഞ്ഞാൽ ആര് റിസൾട്ട് വരണം? 1 റിസൾട്ട് വരണം. ഈ റിസൾട്ടിനല്ലേ ഞാൻ ഈ കോളത്തിലാക്കി വെച്ചത്. ഇതിൽ എവിടെങ്കിലും 1 വരുന്നുണ്ട് നോക്കിയാൽ ഇവിടെ എവിടെയും വരുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റിസൾട്ട് 1 ആയി വരുന്നത്. ഓക്കെ, റിസൾട്ട് 1 വരുന്നത് കാണാം. റിസൾട്ട് 1 വന്നു. ആരാ ഇൻപുട്ട്? 1ഉം ഇവിടുത്തെ ഇൻപുട്ട് 1ഉം. അതായത് 1*1 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഔട്ട്പുട്ട് 1 അല്ലെങ്കിൽ റിസൾട്ട് 1 വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ആളുകളുടെയും ഈ 2 ആളുകളും പരസ്പരം ഇൻവേഴ്സ് ആണെന്ന് പറയാം. അതായത് 1ന്റെ ഇൻവേഴ്സ് 1 തന്നെയാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, വേറൊരാൾക്കും റിസൾട്ട് എന്ത് വരുന്നില്ല?
1 വരുന്നില്ല, അതായത് ഐഡന്റിറ്റി എലമെന്റ് വരുന്നില്ല. സോ മറ്റ് ഒരു എലമെന്റിനും ഇവിടെ ഇൻവേഴ്സ് ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ആ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല, നമ്മളോട് ചോദിച്ചതാകെ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2000 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് റിപ്പീറ്റേഷൻ ആണ്, ശ്രദ്ധിക്കാം. 2020 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Let R be a relation in set N. So ഇത് 2020 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Let R be a relation in the set N of natural numbers given by R is equal to ordered pair A comma B such that A is equal to B minus 2. Choose the correct answer എന്നാണ് ചോദ്യം. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? നമുക്ക് R is equal to നമ്മൾ പറഞ്ഞിട്ടുള്ളത് ordered pair AB such that A is equal to B minus 2. A is equal to B minus 2. ഓക്കെ, A എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്, B എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്. സെക്കൻഡ് എലമെന്റിനേക്കാൾ 2 കുറവാണ് A. എന്നിട്ട് ഇവിടെ പറഞ്ഞത് ഈ 2,3 ബിലോങ്സ് ടു R ആണെന്നാണ്. 2,3 ബിലോങ്സ് ടു R ആവണമെങ്കിൽ എന്തായിരിക്കണം? A, B എടുക്കണമെങ്കിൽ ഓപ്ഷൻ സി എന്ന് പറയുന്ന ആൻസർ കാണുന്നുണ്ട്. ഓക്കെ, ബിയിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 8ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ A കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്കെ, ഗുഡ്. ആൻസർ പറഞ്ഞൊക്കെ പെർഫെക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അത് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദി സെറ്റ് Z ഇൻഡിജേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. where A star B is equal to A plus B plus 1. Look at this. A star B is equal to A plus B plus 1. That ചോദ്യം find the identity element. Okay, identity element find ചെയ്യണം. എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യാം? ഐഡന്റിറ്റി എലമെന്റ് ഫൈൻഡ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ കൊടുക്കും. എന്താ? A star E is equal to A. A star E is equal to A കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? A star E is equal to A എന്ന് കൊടുക്കും. A star E എന്ന് പറഞ്ഞാൽ എന്താ? According to this definition or this expansion, here A star B എന്ന് പറഞ്ഞാൽ A plus B, അതായത് രണ്ടും കൂടി ആഡ് ചെയ്യും, പ്ലസ് 1, ഒരു 1ഉം ആഡ് ചെയ്യും. രണ്ടും ആഡ് ചെയ്യും, പിന്നെ ഒരു 1ഉം ആഡ് ചെയ്യും. അപ്പൊ A star E ചെയ്ത് എന്തായിരിക്കും കിട്ടുക? രണ്ടും കൂടി ആഡ് ചെയ്യും, പിന്നെ ഒരു 1ഉം ആഡ് ചെയ്യും, is equal to A എന്നാണ് വരിക. So this A and this A were cancelled. E ആണ് ഐഡന്റിറ്റി എലമെന്റ്. സോ 1ന് അങ്ങോട്ട് മൂവ് ചെയ്താൽ -1 കിട്ടി. സോ -1 ആണ് എന്ത് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. 2 മാർക്സ് ആണ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ്. സോ -1 is the identity element. It's a simple question. Okay, 2 marks question. മാർച്ച് 2020 കഴിഞ്ഞ മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. സമയം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് 2020 മാർച്ചിൽ തന്നെ ചോദിച്ചിട്ടുള്ള 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലെറ്റ് A is equal to R minus set 3 and B is equal to set R minus set 1. ഓക്കെ, ഈ ആറിന് 2 വരെ കാണുന്നത് അറിയാലോ. ശരിക്കും നമ്മുടെ സിലബസിൽ റിയൽ നമ്പേഴ്സിന് ക്യാപിറ്റൽ ലെറ്റർ R എന്നാണ് കൊടുത്തത്. പക്ഷെ ഒറിജിനലി റിയൽ നമ്പേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ 2 ലൈൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ N എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ N. സിലബസിൽ ക്യാപിറ്റൽ ലെറ്റർ N കൊടുത്തെങ്കിലും കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ Z എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കേട്ടോ 2 വരെ. അപ്പോൾ തെറ്റിദ്ധരിക്കണം. ഓക്കെ, സോ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ ദി ഫംഗ്ഷൻ f ഫ്രം a to b ഡിഫൈൻഡ് ബൈ f of x is equal to x minus 2 by x minus 3. ഒന്നാമത്തെ ചോദ്യം, if f is 1 1 and on 2. Okay, is f 1 1 and on 2? f 1 1 ആണോ on 2 ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് ചോദ്യം. ഓക്കെ, സോ 1 1 ആണോ നമ്മൾ എങ്ങനെ നോക്കാം? 1 1 ആണോ നോക്കാൻ നമ്മൾ ചെയ്തിരുന്ന പരിപാടി f of x1 is equal to f of x2 എന്ന് കൊടുക്കും. We have here f of x is equal to x minus 2 divided by x minus 3. So f of x1 എന്ന് പറയുമ്പോൾ x1 minus 2 divided by x1 minus 3 is equal to f of x2 എന്ന് പറയുമ്പോൾ x2 minus 2 divided by x2 minus 3 എന്നായിട്ട് പറയും. ഓക്കെ, സോ നമ്മൾ ക്രോസ് ചെയ്യണമെങ്കിൽ എന്താ കിട്ടുക?
ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് x1 minus 2 into x2 minus 3 is equal to x1 minus 3 into x2 minus 2. ഓക്കെ, ഈ x2 minus 3 ഞാൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, x1 minus 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ x1 into x2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് x1 times x2. x1 into minus 3 പറയുമ്പോൾ minus 3x1. minus 2 into x2 പറയുമ്പോൾ minus 2x2. minus 2 into minus 3 പറയുമ്പോൾ plus 6 is equal to. റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x1 into x2 that's again x1 into x2. x1 into minus 2 that is minus 2x1. minus 3 into x2 that is minus 3x2. minus 3 into minus 2 that is plus 6. So this x1 x2 positive, ഈ x1 x2 പോസിറ്റീവ് കട്ട് ചെയ്തു പോകും, ഈ പോസിറ്റീവ് 6ഉം ഈ പോസിറ്റീവ് 6ഉം കട്ട് ചെയ്തു പോകും. ബാക്കി ഇവിടെ ഒരു മൈനസ് 3x1 ഉണ്ട്, മൈനസ് 2x1 ഉണ്ട്. ഞാൻ ഈ മൈനസ് 3x1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിരിക്കും. സോ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? റൈറ്റ് സൈഡിൽ വെറും എന്താകും x1 മാത്രമായിട്ട് മാറും. ഓക്കെ, കാരണം ഇവിടെ മൈനസ് 2x1 ആണ്. ഈ മൈനസ് 3x1 റൈറ്റ് സൈഡിലേക്ക് വന്നാൽ പ്ലസ് 3x1 ആവും. പ്ലസ് 3x1ഉം മൈനസ് 2x1ഉം കൂടി ചേർന്നാൽ പ്ലസ് x1 ആയി മാറും. ആൻഡ് സിമിലർലി ഇവിടെയുള്ള ഈ മൈനസ് 3x2നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടെ ഒരു മൈനസ് 2x2 ഉണ്ട്, അത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ ഒരു x2 എന്ന് വരും. സോ വി ഹാവ് x2 is equal to x1. x2 is equal to x1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കാറുള്ളത് എന്താണ്? 1 എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, f of x1 is equal to f of x2 എന്ന് എടുത്താൽ x1 is equal to x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1. ഓൺ ടു ചെക്ക് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് x minus 2 by x minus 3 എന്നാണ് നമുക്കുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ചെയ്യാം ഓൺ ടു ഇല്ലത്. സോ ഓൺ ടു നമ്മൾ പറയാറുള്ള ഒരു കാര്യം എന്താ? നമ്മൾ y is equal to, ഓക്കെ, നമ്മൾ y is equal to ഈ x minus 2 ഡിവൈഡഡ് ബൈ x minus 3 എന്നെടുക്കും. എന്നിട്ട് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി ക്രോസ് ചെയ്യും അല്ലെ? x is equal to ആക്കി മാറ്റണം ഇയാളെ. അതിന് വേണ്ടി y into, ഓക്കെ, ബോത്ത് 1 1 and 2 എന്ന് ആൻസർ ചെയ്തിട്ട് നോക്കാം നമുക്ക്. സോ y into x minus 3 equal to x minus 2 എന്നായിട്ട് മാറി. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ xy minus 3y is equal to x minus 2 എന്നായിട്ട് മാറി. x is equal to എഴുതേണ്ടതിനോട് ഞാൻ x ഉള്ള രണ്ട് ടേമിനെയും ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നു. സോ ദാറ്റ് ഈസ് xy minus x is equal to minus 3y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 3y minus 2 എന്നായിട്ട് മാറി. ഇവിടെ എക്സിന്റെ കോമൺ എടുത്താൽ x into y minus 1 is equal to എന്ന് വരും. ഈ y minus 1 അങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ we will get x is equal to 3y minus 2 divided by y minus 1. ഓക്കെ, ഇതാണ് x is equal to എന്ന് എഴുതിയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്കറിയാം ഇത് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കൂടിയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആകുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൺ ടു ആണ് എന്ന് നമ്മൾ പറയാറുള്ളത്. സോ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ കിട്ടിയ ഈ ഇൻവേഴ്സിൽ വൈന് പോസിബിൾ അല്ലാത്ത വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, വൈന് പോസിബിൾ അല്ലാത്ത ആകെ ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ 1 കൊടുക്കാൻ പറ്റൂല വൈക്ക്. കാരണം 1 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. അതെങ്ങനെയാ നമ്മൾ നോക്കൽ? എങ്ങനെയാ? ഡിനോമിനേറ്റർ 0 ആകുന്നത് പറ്റൂല, അതേപോലെ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരുന്നതും പറ്റൂല. സോ ഇവിടെ ഡിനോമിനേറ്റർ 0 ആകുന്നത് പറ്റൂല. സോ അതുകൊണ്ട് y നോട്ട് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് റേഞ്ച് എന്ന് പറയുന്നത് 1 അല്ലാത്ത ബാക്കി എല്ലാ ആളുകളും, അതായത് 1 പറ്റൂല. സോ r minus set 1, ഇതാണ് റേഞ്ച്. ഈ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ആണ്. സെക്കൻഡ് സെറ്റിന് ഈക്വൽ ആയിരിക്കണം. എന്താ ഇവിടെ സെക്കൻഡ് സെറ്റ് പറഞ്ഞു നോക്കിയാൽ? ഇവിടെ സെക്കൻഡ് സെറ്റ് പറഞ്ഞത് ആരാണ്? ബി ആണ്. ബി ആണ് ഇവിടുത്തെ സെക്കൻഡ് സെറ്റ്. ആ ബി എന്ന് പറഞ്ഞത് എന്താ? r minus set 1. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ റേഞ്ച് തന്നെയാണ് ഇവിടെ കോഡൊമൈൻ വന്നിട്ടുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ബോത്ത് 1 1 and 1 2. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 1 1 അതേപോലെ തന്നെ ഇത് ഓൺ ടു ആണ്. ഇറ്റ് ഈസ് 1 1 and 2. നെക്സ്റ്റ് ചോദ്യം, ഇസ് ഇറ്റ് ഇൻവേർട്ടിബിൾ y എന്നാണ്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം ഇൻവേർട്ടിബിൾ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറഞ്ഞത് ഒരു ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിലാണ് നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് പറയാറുള്ളത് അല്ലെ? ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് പറയും.
അപ്പൊ നമ്മൾ തെളിയിച്ചത് എന്താ, 1 ആണെന്നും ഓൺ ടു ആണെന്നും നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഇൻവെർട്ടിബിൾ. വൈ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബോത്ത് 1 ആൻഡ് ഓൺ ടു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാം. അതാണ് നമ്മളിപ്പോ കണ്ടെച്ച് ആര് അത് 3y - 2y - 1. വേണമെങ്കിൽ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതാം. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതാണെങ്കിൽ എന്ത് കിട്ടും? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതാണെങ്കിൽ ഈ y ഉള്ളിടത്തൊക്കെ എക്സ് കൊടുക്കുക, നമുക്കറിയാം. സോ 3x - 2 ഡിവൈഡഡ് ബൈ x - 1. ദിസ് ഇസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യനിലുള്ള ആൻസർ ആയി. അപ്പൊ ആക്ച്വലി ഈ 1 ആണോ ഓൺ ടു ആണോ തെളിയിക്കാനാണ് ശരിക്കും 4 മാർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാര്യം ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതിനോടാണ് ലേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പ്രീവിയസ് ഇയർ എയ്ക്കും അതേപോലെ തന്നെ കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, ആ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിൽ ഏതെങ്കിലും ഞാൻ സ്പെഷ്യലി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുള്ളത് കേട്ടോ? എനിത്തിങ്? സർ ഹലോ, ഞാൻ കേൾക്കുന്നില്ല. ഹലോ 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 സർ. പറഞ്ഞോളാം. ഈ ജാനുവരി നടക്കുന്നതിന് മുന്നേ നമ്മളെ പോർഷൻസ് ഒക്കെ തീരുവോ? ഇപ്പൊ ഇൻ കേസ് ഓൾമോസ്റ്റ് കവർ ചെയ്യും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുള്ളതിനാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ജാനുവരിക്ക് മുമ്പായിട്ട്. നോർമലി നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ജാനുവരിയിലുള്ള എക്സാം എന്ന് പറഞ്ഞാൽ ജാനുവരി നടന്നോളം നിർബന്ധമല്ല ഈ വർഷം. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റെ ഒരു പോസിബിലിറ്റി കുറച്ച് റിസ്ക് ആണ്. എക്സാമുകളൊക്കെ മിക്കവാറും പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മേബി. ഓക്കെ, അഥവാ നടന്നാലും ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. ആ രീതിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ജെയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ആ ചാപ്റ്റേഴ്സ് നല്ലപോലെ നോക്കാം. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും പരസ്യം നോക്കല്ല വേണ്ടത്. പകരം മാക്സിമം മാർക്ക് വരുന്ന, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് പ്രിഫർ ചെയ്യാം. എന്നിട്ട് ആ ചാപ്റ്റേഴ്സ് നല്ലപോലെ പ്രിഫർ ചെയ്യാം ഫസ്റ്റ്ലി.